ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ 10th ലെവൽ പരീക്ഷയുടെ 4ാം ഘട്ട പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ഇത്. നോക്കാം എങ്ങനെയുണ്ടായിരുന്നു 4ാം ഘട്ട പരീക്ഷ എന്നുള്ളത്. 10th ലെവലിൻ്റെ 4ാം ഘട്ട പരീക്ഷ എങ്ങനെയാണ് നോക്കാം. വിവിധ 10th ലെവൽ തസ്തികകളിലേക്ക് നമ്മുടെ ഫെബ്രുവരി 8-ന് PSC നടത്തിയ, അതായത് ശനിയാഴ്ച PSC നടത്തിയ 4ാം ഘട്ട പ്രിലിമിനറി പരീക്ഷ മുൻഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഉദ്യോഗാർത്ഥികളെ. 10ാം ക്ലാസ് യോഗ്യതയായിട്ടുള്ള പരീക്ഷകളിൽ നിലവാരമുള്ള ചോദ്യങ്ങളുടെ എണ്ണം കൂടിയതാണ് 4ാം ഘട്ടത്തെ മുൻ പരീക്ഷകളേക്കാൾ കടുപ്പമേറിയതാക്കിയത്. വൈവിധ്യമുള്ള ഏതാനും ചോദ്യങ്ങൾ കടന്നു വന്ന പരീക്ഷയിൽ ഭരണഘടന, കറണ്ട് അഫെയർ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് കാര്യമായിട്ട് പരീക്ഷിച്ചത്. സ്കൂൾ പാഠപുസ്തകങ്ങൾക്ക് അർഹിച്ച പ്രാധാന്യം ലഭിച്ച പരീക്ഷയിൽ പരമ്പരാഗത ചോദ്യങ്ങൾക്കും കാര്യമായ കുറവ് ഉണ്ടായില്ല. ചരിത്രവും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രവും നവോത്ഥാനവും ഗണിതവും പൊതുവെ ലളിതമായിരുന്നു. ശാസ്ത്രമേഖലയിലെ ചോദ്യങ്ങളും കാര്യമായിട്ട് വലച്ചിട്ടില്ല. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഗിഗ് പ്ലാറ്റ്ഫോം, തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ, അതായത് ശരിയായ ആശയങ്ങൾ തിരിച്ചറിയുക, ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന, രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ, ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത്, സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം തുടങ്ങിയവ വേറിട്ടതും കുഴപ്പിക്കുന്നതുമായ ചോദ്യങ്ങളായി. വാഗൺ ട്രാജഡി നടന്ന വർഷം ഏതെന്ന പതിവ് ചോദ്യത്തിന് ശരിയായ ഉത്തരം ഓപ്ഷനിൽ ഉണ്ടാകാതെ പോയതും പരീക്ഷയിൽ ഒരു കല്ലുകടിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു പരീക്ഷ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. 4ാം ഘട്ട പരീക്ഷ എഴുതിയവരോടാണ്. മറ്റു ഘട്ടങ്ങളെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഈ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? ഈ ഒരു പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് ആയിട്ട് ഈ ഒരു പത്രത്തിൽ വന്ന വാർത്തയിൽ പറയുന്നത് 64 മുതൽ 71 മാർക്ക് വരെയാണ് പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് മാർക്കായിട്ട് പറയുന്നത്. ഈ 64 മുതൽ 71 വരെയുള്ള ഈ ഒരു മാർക്ക് ഇതൊരിക്കലും പൂർണ്ണമായിട്ടും ശരിയാവണം എന്നില്ല. കാരണം കട്ട് ഓഫ് അവസാനമായിട്ട് തീരുമാനിക്കുന്നത് PSC ആണ്. ഒഴിവുകളും അതുപോലെ തന്നെ എത്ര ആളുകൾ ഉൾപ്പെടുത്തണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കട്ട് ഓഫ് മാർക്ക് വരിക. അപ്പോൾ 64 മുതൽ 71 വരെയാണ് ഈ ഒരു പ്രസിദ്ധീകരണത്തിൽ പറയുന്നത് കട്ട് ഓഫ് മാർക്കായിട്ട്. നിങ്ങൾക്കിത് എങ്ങനെയുണ്ടായിരുന്നു? പരീക്ഷ എളുപ്പമായിരുന്നോ അതോ നല്ല കട്ടിയായിരുന്നോ? കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം.